CPIM വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറാൻ 4 CPIM MLA മാർ തയ്യാറാണ് എന്ന റിപ്പോർട്ട് പാർട്ടിയെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതായത് നിലവിൽ കേരളത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി CPIM ആണ്. 62 MLA മാരാണ് CPIM-നുള്ളത്. സ്വതന്ത്രർ 5 പേർ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട്. നമുക്കറിയാം, നേരത്തെ നിലമ്പൂർ MLA ആയ PV അൻവർ CPIM സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ആളാണ്. അദ്ദേഹം രാജിവെച്ചതിന് ശേഷം അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ആ സീറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയെടുക്കാനാണ് തനിക്ക് ആഗ്രഹം എന്നും അൻവർ കൃത്യമായി പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, UDF-ന് കലവറയില്ലാത്ത പിന്തുണ തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുകൂടി PV അൻവർ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗത്വം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ പ്രതികരണം നടത്തിയതും അദ്ദേഹം അംഗത്വം സ്വീകരിച്ചത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് CPIM-ലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന MLA-മാർ അവർ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനം കൃത്യമായും കേരളത്തിൽ ചെലുത്തുന്നവരാണ്. അതിനകത്ത് മുൻ കോട്ടയം MP-യും ഏറ്റുമാനൂർ MLA-മായിരുന്ന സുരേഷ് കുറുപ്പ് ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. സുരേഷ് കുറുപ്പ് കോൺഗ്രസിലേക്ക് പോകുന്നു എന്നത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുക. എന്നാൽ നിലവിലെ സിറ്റിംഗ് MLA-മാരിൽ 4 പേർ അവർ CPIM വിട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. മുൻ MLA-മാരും നേതാക്കളും പോയാൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം അവർ പോകുന്നു എന്നതിലേക്ക് മാത്രം ചിന്താഗതിയാകും. ഇടക്കാലത്ത് തോമസ് ഐസക് കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ള അഭ്യൂഹങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ പരാജയം CPIM-ന്റെ അനാസ്ഥ മൂലമാണ് എന്ന രീതിയിൽ വളരെയധികം വ്യാഖ്യാനങ്ങൾ ഉണ്ടായ സംഭവ വികാസമായിരുന്നു. അതുപോലെ തന്നെയാണ് മന്ത്രി V ശിവൻകുട്ടിക്ക് അടുത്ത തവണ സീറ്റ് നിഷേധിച്ചാൽ അദ്ദേഹം കൃത്യമായും CPIM വിടാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കും എന്ന തരത്തിലുള്ള വാർത്ത വന്നിരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ വിഭാഗീയത അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. അടിസ്ഥാനപരമായി പല നേതാക്കളും CPIM വിടുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. അതിനിടയിലാണ് CPIM അംഗത്വം രാജിവെക്കാൻ തയ്യാറായി പ്രതിഭാ ഹരിയും കൃത്യമായും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് CPIM-നോട് അവതരിപ്പിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനും രംഗത്ത് വരുന്നു. പ്രതിഭാ ഹരിയും കടകംപള്ളി സുരേന്ദ്രനും കൃത്യമായി ഉറപ്പിച്ചൊരു കാര്യമുണ്ട്: CPIM-ൽ തങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വച്ചിരുന്നു. എന്നാൽ ഇവരുടെ മാറ്റം, മുന്നണി മാറ്റത്തിലേക്ക് പോകാൻ ഉണ്ടാകുന്ന കാരണം ഉൾപ്പെടെയുള്ളത് വലിയ ചർച്ചയാവുകയാണ്. ഒന്ന് നോക്കൂ, മുൻ MLA-മാരായിട്ടുള്ള പലരും കോൺഗ്രസിലേക്ക് പോകുമ്പോൾ CPIM-ന്റെ അടിത്തറയാണ് അവിടെ ഇളകുന്നത്. ഭദ്രമാണ് CPIM-ന്റെ വോട്ട് ബാങ്ക് എന്ന് ചിന്തിക്കുന്നവർക്ക് കണക്കൂട്ടലുകൾ തെറ്റിയിരിക്കുകയാണ്.